ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ദശാബ്ദങ്ങൾക്ക് ശേഷം തീയാട്ടുത്സവം നടത്തുന്നു. തീയാട്ടുത്സവം 25-ന് ശനിയാഴ്ച നടക്കും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചമ്രവട്ടം അയ്യപ്പൻകാവിൽ നടത്തി വന്നിരുന്ന തീയാട്ടുത്സവം 25-ന് ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2013-ൽ ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രം അഗ്നിക്കിരയായതിനു ശേഷം ജ്യോത്സ്യന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രശ്നവിചാരത്തിൽ ക്ഷേത്രത്തിൽ നടത്തിപ്പോന്നിരുന്ന തീയാട്ട്, മുറജപം മുതലായ അനുഷ്ഠാനങ്ങൾ ദ്രവ്യകലശത്തിനു ശേഷം പുനരാരംഭിക്കണമെന്ന വിധിപ്രകാരമാണ് തീയാട്ടുത്സവം നടത്തുന്നത്. അതിനനുസരിച്ച് മുറജപം മുൻവർഷം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റു ക്ഷേത്രങ്ങളിൽ നടത്തുന്ന സാമ്പ്രദായിക ഉത്സവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതിനു മുമ്പ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്നതാണ് അയ്യപ്പൻ തീയാട്ടുത്സവം. മലമക്കാവ് തീയാടി രാജൻ നമ്പ്യാർ, മുളങ്കുന്നത്തുകാവ് തീയാടി നാരായണൻകുട്ടി നമ്പ്യാർ, നീലകണ്ഠൻ നമ്പ്യാർ, ശ്രീവത്സൻ തീയാടി എന്നിവരാണ് തീയാട്ടുത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ദീപാരാധനയ്ക്കു ശേഷം തൃപ്രങ്ങോട് പരമേശ്വരന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന തായംബകയുമുണ്ടാകും. അയ്യപ്പൻ തീയാട്ട് എന്ന പ്രാചീന ഭക്തി ആദര കലാരൂപം ഈ വരുന്ന ജനുവരി 25-ന് ശനിയാഴ്ച വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ അരങ്ങേറുകയാണ്. ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം 2013-ൽ അഗ്നിക്കിരയായ ശേഷം നടന്ന ജ്യോതിഷ ചിന്തയിൽ ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ നടന്നിരുന്ന മുറജപം, തീയാട്ട് എന്നിവ കലശത്തിന് ശേഷം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2023-ൽ കലശം കഴിഞ്ഞു. 2024-ൽ മുറജപം ആരംഭിച്ചു. അത് കഴിഞ്ഞ് 2025-ൽ നമ്മൾ തീയാട്ട് ആരംഭിക്കുകയാണ്. ഏകദേശം 50 വർഷം മുമ്പാണ് ചമ്രവട്ടം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ തീയാട്ട് നടന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടുള്ള ആൾക്കാർ ഇന്ന് വളരെ അപൂർവമാണ്. നമ്മളോട് തന്നെ വളരെ അപൂർവമായ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഉത്സവത്തിൻ്റെ ഛായയിൽ ഗംഭീരമായിട്ട് നടത്താനാണ് തീയാട്ടുത്സവ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി KR രാമനുണ്ണി നമ്പൂതിരി, തീയാട്ടുത്സവ കമ്മിറ്റി പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, സെക്രട്ടറി K ജയപ്രകാശൻ, വൈസ് പ്രസിഡന്റ് AV പ്രവീൺകുമാർ, ജോയിന്റ് സെക്രട്ടറി വാസൻ K നായർ, ക്ഷേത്രം സൂപ്പർവൈസർ E ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. PGTV ന്യൂസ് പൊന്നാനി.